അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു പഴമാണ് അത്തിപ്പഴം. അള്ളാഹു നിസാരമായ ഒരു വസ്തുവിനെ കുറിച്ച് സത്യം ചെയ്യുകയില്ലല്ലോ. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് അത്തിപ്പഴത്തിൻ്റെ പേരിൽ, വത്തീനി വസ്സൈത്തൂൻ. അത്തിപ്പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരീരത്തിന് ആവശ്യമായ സകല വസ്തുക്കളും അത്തിപ്പഴത്തിൽ നിന്ന് കിട്ടും. മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ല തൻ്റെ തഫ്സീറുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അത്തിപ്പഴം കഫശല്യത്തെ ഇല്ലാതെയാക്കും, ശരീരം പുഷ്ടിപ്പെടുത്തുന്നതാണ്, മുടി വളരാൻ സഹായിക്കുന്നു, മൂലക്കുരു വേരോടെ പീതറിയും, രക്തവാതം ശമിക്കും, മൂത്രക്കല്ല് കളയാൻ സഹായിക്കുന്നു. കിഡ്നി അത്തിപ്പഴത്തിന് വളരെയേറെ ഒരു ഉപകാരമാണ്. കിഡ്നി ശുദ്ധീകരിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ വളരെയധികം പ്രധാനപ്പെട്ടൊരു അവയവം തന്നെയാണ് കിഡ്നി. ആ കിഡ്നിക്ക് വളരെയേറെ ഉപകാരം ചെയ്യുന്ന ഒന്നാണ് അത്തിപ്പഴം. മാത്രമല്ല ശരീരത്തിൻ്റെ സന്തുലിത അവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ഒരു ശരീരത്തിന് വേണ്ട എല്ലാം അത്തിപ്പഴത്തിൽ നിന്ന് കിട്ടും. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്തിപ്പഴം വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. ചർമ്മത്തിന് നല്ലതാണ്, മലബന്ധം ഇല്ലാതെയാക്കുന്നു, പ്രമേഹം നിയന്ത്രിക്കുന്നു, ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് വലിയ ഒരു ശമനം നൽകുന്ന ഒരു പഴം കൂടിയാണ് അത്തിപ്പഴം. അത്തിപ്പഴം നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി കൊണ്ട് നടക്കണം. കഴിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാവിലെ കഴിക്കുകയാണെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെക്കുക, രാവിലെ പുറം വയറ്റിൽ ആ വെള്ളവും അത്തിപ്പഴവും പാടെ കഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് നല്ലപോലെ കഴുകണം. കാരണം വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റെങ്കിലും എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുക.